ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് അസംബ്ലി യൂണിഫോം സിവിൽ കോഡ് ബിൽ പാസ്സാക്കിയിരിക്കുന്നു. അതോടുകൂടി ഗോവയ്ക്ക് ശേഷം യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റഡ് ആകുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയാണ്. ഇത് ഭയങ്കര കോളിളക്കം ഇന്ത്യയിൽ സൃഷ്ടിച്ചു. പത്രമാധ്യമങ്ങളെല്ലാം തന്നെ ഇത് വൈഡായിട്ട് കവർ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, റൂളിംഗ് പാർട്ടിയായിട്ടുള്ള BJPയുടെ മാനിഫെസ്റ്റോയിൽ മെൻഷൻ ചെയ്യപ്പെട്ട ആശയമാണ് യൂണിഫോം സിവിൽ കോഡ്. എന്തൊക്കെ തന്നെയാണെങ്കിലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നമുക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യൂണിഫോം സിവിൽ കോഡ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്. ടു ബി പ്രിസൈസ്, നമ്മുടെ DPSPയിൽ ആർട്ടിക്കിൾ 44 നമുക്ക് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വാർത്തകൾ നിറയുന്നത് കൊണ്ടും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഇത് ഇമ്പോർട്ടൻ്റ് ആയി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിലിമിനറി, മെയിൻസ് ആസ് വെൽ ആസ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് യൂണിഫോം സിവിൽ കോഡുമായിട്ടും ഇതിന്റെ അസോസിയേറ്റഡ് ഫാക്ട്സിൽ നിന്നും എല്ലാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ UCCനെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നു. എല്ലാവർക്കും IAS സബിന്റെ പൾസ് ഓഫ് ദി പ്രസന്റ് എന്ന് പറഞ്ഞ പുതിയ സീരീസിലേക്ക് സ്വാഗതം. സോ ആദ്യമേ തന്നെ ഈ കോഡ് ഓക്കെ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് പല വിദ്യാർത്ഥികൾക്കും ഇപ്പം യൂണിഫോം ക്രിമിനൽ കോഡ് ഇന്ത്യയിൽ നിലവിലുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ കോഡ് എന്ന് പറയുന്ന പദപ്രയോഗം എന്താണെന്ന് വ്യക്തമായിട്ട് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. സോ നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഇന്ത്യയിൽ യൂണിഫോം ക്രിമിനൽ കോഡ് ഉണ്ട്, സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നുള്ള വാദഗതികൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ലീഗൽ ടെർമിനോളജിയിൽ കോഡ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ഓർ ലോ ആണ്. ഓക്കെ, ഇപ്പം IPC 1860 നിലവിൽ വന്നതോടുകൂടി ഇന്ത്യയിൽ ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് നിലവിൽ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സോ IPCന്റെ പ്രത്യേകത എന്താണ്? ഭയങ്കര ഒരു ഓർഡറിൽ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഒഫൻസസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈം ഒരു ഓർഡറിൽ ഒരു 1 to 100 എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നു. ഇതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെയിം പദങ്ങൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ പല ആംഗിളിലും വേറെ സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ലേബർ കോഡ്, ഓക്കെ, കോൺവാലീസ് കോഡ്, ഇങ്ങനത്തെ പദങ്ങളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ലേബർ കോഡ് എന്താണ്? ലേബറുമായിട്ട് ബന്ധപ്പെട്ട 100-ൽ പരം നിയമങ്ങളെല്ലാം തന്നെ എടുത്തു കളഞ്ഞ് വെറും 4 നിയമങ്ങളാക്കാൻ പോകുന്നു. ഓക്കെ, സോ ആ 4 നിയമങ്ങളെ ക്ലബ് ചെയ്ത് വിളിക്കുന്ന പദപ്രയോഗമാണ് ലേബർ കോഡ്. കോൺവാലീസ് കോഡ് ചിലപ്പോൾ നിങ്ങൾ ഹിസ്റ്ററിയിൽ കേട്ടുവാണെങ്കിൽ അല്ലെ, കോൺവാലീസ് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമങ്ങളെ എല്ലാം ക്ലബ് ചെയ്ത് വിളിക്കുന്ന പേരാണ് കോൺവാലീസ് കോഡ്. സോ ഒരേ സ്വഭാവമുള്ള നിയമങ്ങളൊക്കെ ക്ലബ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മൾ ക്ലബ് ചെയ്യുന്നതിനാണ് നമ്മൾ ലീഗൽ ടെർമിനോളജിയിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് വീണ്ടും വാർത്തകൾ നിറയുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ 1860 ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് നിലവിൽ വന്നു വിത്ത് ദി ഇനാക്ട്മെന്റ് ഓഫ് IPC. ഓക്കെ, തോമസ് മക്കാലെ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാകുന്നു. 1860 എന്ത് ചെയ്യുന്നു, ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് നടപ്പിലാക്കുന്നു. അതിന്റെ പുറകെ CRPC കൂടി വരുന്നതോടുകൂടി അത് കുറച്ചും കൂടി ക്രോഡീകരിക്കപ്പെടുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1872 വന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമ്മുടെ ക്രിമിനൽ നിയമങ്ങൾ കുറച്ചും കൂടി അതിന്റെ ക്ലാരിറ്റി കൊണ്ടുവരുന്നു. 1872 വന്നിരിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട്. സോ നമ്മുടെ ക്രിമിനൽ ലോസ് എന്ത് ചെയ്തു, ക്രോഡീകരിക്കപ്പെട്ടു, അത് സിസ്റ്റമൈസ്ഡ് ആയിട്ട് മാറും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ 3 കാര്യങ്ങളെ ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങളെ ദി ജനറൽ ലോ ഓഫ് ദി ലാൻഡ് എന്ന് നമ്മൾ പൊതുവെ വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക. IPC, CRPC ആൻഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ദി ജനറൽ ലോ ഓഫ് ദി ലാൻഡ് എന്ന് നമ്മൾ ഇവരെ വിളിക്കാറുണ്ട്. ഇനി നമ്മൾ സിവിൽ ലോസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിവിൽ ലോസിന്റെ ഒരു കേസ് ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ത്യയിൽ 95% സിവിൽ ലോസും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ടു, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. ഇത് കോഡിഫൈഡ് ആയിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഓൾമോസ്റ്റ് 95% ഓഫ് നിയമങ്ങളും എല്ലാവർക്കും സെയിം ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിറ്റിസൺഷിപ്പ് ആക്ട് ഒരു സിവിൽ നിയമമാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളും ട്രാഫിക് നിയമങ്ങൾ കാണാൻ സാധിക്കും, ബാങ്കിങ് റെഗുലേഷൻസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എൻവയോൺമെന്റ് ഇക്കോളജിയിൽ പഠിക്കുന്ന എയർ ആക്ട്, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട്, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട്, ഇങ്ങനത്തെ നിയമങ്ങളെല്ലാം തന്നെയും സിവിൽ നിയമങ്ങളാണ്. ഇത് ഇന്ത്യക്കാർക്ക് ഈ നിയമങ്ങളെല്ലാം തന്നെ 95% ഓഫ് സിവിൽ നിയമങ്ങളും ഇന്ത്യക്കാർക്ക് ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ എവിടെയാണ് വ്യത്യാസം കിടക്കുന്നത്? ഓക്കെ, സോ യൂണിഫോമിറ്റി എവിടെയാണ് ഇല്ലാത്തത് എന്ന് അറിഞ്ഞിരിക്കുക. അതെവിടെ മാത്രമാണ്? പേഴ്സണൽ ലോസിൽ
മാത്രമാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇനി പേഴ്സണൽ ലോസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓക്കെ, എന്താണ് പേഴ്സണൽ ലോസ്? ഓക്കെ, എനി ലോ റിലേറ്റിംഗ് ടു പേഴ്സണൽ ലൈഫ് കുഡ് ബി കോൾഡ് ആസ് പേഴ്സണൽ ലോസ്, ലൈക്ക് മാരേജ്, ഡിവോഴ്സ്, പ്രോപ്പർട്ടി, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ, ഗാർഡിയൻഷിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന നിയമങ്ങളെ നമുക്ക് പേഴ്സണൽ ലോസ് എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്യുലർ പേഴ്സണൽ ലോസ് അല്ല ഉള്ളത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിലീജിയൻ ആൻഡ് റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ്. സോ ഇഷ്ടംപോലെ മതങ്ങളുണ്ട്. ഓരോ മതങ്ങളിൽ ജീവിക്കുന്ന ഓരോ മതത്തിന്റെ സമുദായത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണൽ ലോസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനൊരു യൂണിഫോമിറ്റി കൊണ്ടുവരണം എന്നുള്ള ഒരു ആംഗിളിലാണ് പലപ്പോഴും യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ കോൺട്രവേഴ്ഷ്യൽ ആകുന്നത് എന്നറിഞ്ഞിരിക്കാം. പക്ഷെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കോൺസെപ്റ്റ് ആണ്. പേഴ്സണൽ ലോസ് മാത്രമല്ല, എല്ലാ സിവിൽ ലോസും കൂടി ക്രോഡീകരിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കുന്നതിനാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞത്. സോ ഈ ആംഗിളിൽ ക്രിമിനൽ കോഡ്, സിവിൽ കോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആംഗിളിൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇനിയുള്ള സെഷനിൽ. ശരിക്കും ഇതിലേക്ക് ഒരു ആദ്യത്തെ ഒരു ചുവടുപിടി നമ്മൾ വെക്കപ്പെടുന്നത് കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യനെ ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ്. 1773 മുതലാണ് കമ്പനീസ് റൂൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ സ്റ്റാർട്ടഡ് ആകുന്നത്. അവിടെ തൊട്ട് തന്നെ ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളിലും സിവിൽ നിയമങ്ങളിലും ഇടപെടാൻ കമ്പനി തയ്യാറാകുന്നു. ഇനിഷ്യലി ഇന്ത്യയിലെ നിയമങ്ങളിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാൻ കമ്പനി തയ്യാറല്ലായിരുന്നു. അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റീവ്സിനെ, ഇന്ത്യക്കാരെ നമ്മുടെ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസിനനുസരിച്ച് വിടുക എന്നുള്ളതായിരുന്നു. കാരണം നമ്മളെ നമ്മുടെ രീതിക്ക് അങ്ങ് വിടുകയാണെങ്കിൽ, നമ്മുടെ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസിന് വലിയ കോട്ടം തൊടാതെ നമ്മളെ നമ്മുടെ രീതിക്ക് തന്നെ വിടുകയാണെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ കലാപങ്ങൾ ഉണ്ടാകില്ല എന്നവർ പ്രതീക്ഷിച്ചു. സോ അപ്പൊ അവർക്ക് വൃത്തിക്ക് ബിസിനസ്, കൊമേഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാം. സോ ഇനിഷ്യലി കമ്പനിയുടെ പോളിസി ഇതായിരുന്നു, ടു റൂൾ ആസ് പെർ നേറ്റീവ്സ്, ആസ് പെർ ദെയർ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്. ഈ ആംഗിളിൽ വേണം നിങ്ങൾ ഈ 3 കാര്യങ്ങളെ മനസ്സിലാക്കാൻ. 1781 വാരൻ ഹേസ്റ്റിംഗ് കൽക്കട്ട മദ്രസ എന്ത് ചെയ്യുന്നു? ഫൗണ്ട് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു പോസിബിളി കോഡിഫൈ മുഹമ്മദൻ ലോ ഇൻ ഇന്ത്യ. സോ ഇന്ത്യക്കാരെ അവരുടെ രീതിക്കനുസരിച്ച് ഭരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനുവേണ്ടി പല എഫേർട്സും നമുക്ക് കാണാൻ സാധിക്കും. ഇതേ ആംഗിൾ തന്നെയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഫൗണ്ടഡ് ആകുന്നതും. സ്റ്റാർട്ടഡ് ദി സ്റ്റഡി ഓഫ് ഓറിയന്റലിസം, അല്ലെ? സോ ഇംഗ്ലീഷുകാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ നമ്മുടെ രീതിക്കനുസരിച്ച് ഭരിക്കണം, പക്ഷെ നമ്മുടെ സംസ്കാരമോ നമ്മുടെ നിയമാവലികളോ ഒന്നും തന്നെ ഇവർക്ക് അറിയത്തില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ഏഷ്യാറ്റിക് സൊസൈറ്റി ഒരു ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്യുന്നതും ഇന്ത്യയിൽ ഓറിയന്റലിസം എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നു. ഏതാണ്ട് ഇതേ ആംഗിൾ തന്നെ വേണം നിങ്ങൾ ജെൻഡു കോഡ് അല്ലെങ്കിൽ ദി ഓർഡിനേഷൻസ് ഓഫ് ദി പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ മനസ്സിലാക്കാൻ. പല ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷൻ കുറവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ദി ജെൻഡു കോഡ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നഥാനിയൽ ബ്രാസി ഹാൽഹെഡ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു എഫേർട്ടാണ്, അത് വാരൻ ഹേസ്റ്റിംഗ് ടൈമിൽ അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടാണ് ജെൻഡു കോഡ് എന്ന ഒരു സംഭവ വികാസത്തിലേക്ക് നയിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഹിന്ദു നിയമാവലികൾ ക്രോഡീകരിക്കാനായിട്ടുള്ള ആദ്യത്തെ ഒരു എഫേർട്ടാണ് ജെൻഡു കോഡ് ഓർ ഓർഡിനേഷൻസ് ഓഫ് ദി പണ്ഡിറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ബേസിക്കലി നഥാനിയൽ ബ്രാസി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരുമായിട്ട് മീറ്റ് ചെയ്യുന്നു. ഹിന്ദു നിയമങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ സംസ്കൃതത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരെ കൊണ്ട് സംസ്കൃതത്തിൽ നിന്ന് പേർഷ്യനിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ആൻഡ് പേർഷ്യൻ പരിഭാഷ അദ്ദേഹം പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതാണ് ദി ജെൻഡു കോഡ് ഓർ ദി ഓർഡിനേഷൻസ് ഓഫ് ദി പണ്ഡിറ്റ് എന്ന് പറഞ്ഞത്. സോ ഇംഗ്ലീഷുകാര് ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയ ആദ്യത്തെ ഒരു ഇൻസിഡന്റ് ആണ് ദി ജെൻഡു കോഡ് എന്നറിയപ്പെടുന്നത്. വാരൻ ഹേസ്റ്റിംഗിന്റെ ടൈമിൽ തന്നെ ആയിരുന്നു. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ വാക്കിന്റെ അർത്ഥം ഇതേ ഉള്ളൂ, ദ പേഗൻ ഇൻഹാബിറ്റൻസ് ഓഫ് ഹിന്ദുസ്ഥാൻ. പേഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെറഗേറ്ററി ടേം ആണ്. യൂറോപ്യൻസ് ബഹുദൈവ വിശ്വാസികളെ, വിഗ്രഹാരാധനക്കാരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമായിരുന്നു പേഗൻ എന്ന് പറഞ്ഞാൽ. ജെൻഡു എന്ന് ഇവര് ഇംഗ്ലീഷുകാർ ഇതുകൊണ്ട് ഈ പദം കൊണ്ട് ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളും ജൂതന്മാരും അല്ലാത്ത എല്ലാവരും. മുസ്ലിങ്ങളും ജൂതന്മാരും അല്ലാത്ത എല്ലാവരെയും ബ്രിട്ടീഷുകാർ വിളിച്ച പദപ്രയോഗമാണ് ഇനിഷ്യലി ജെൻഡു എന്ന് പറഞ്ഞത്.
സോ ഇതായിരുന്നു ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ പോളിസി, ടു റൂൾ നേറ്റീവ്സ് ആസ് പെർ ദെയർ കസ്റ്റംസ് ആൻഡ് പോളിസീസ്. പക്ഷേ ഇതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച്, ആ സ്റ്റാൻഡിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് കോൺവാലീസ് എന്ന് പറഞ്ഞ ഭരണാധികാരിയാണ്. കോൺവാലീസ് ധീരമായ ഒരു നടപടി എടുക്കുന്നു, ദാറ്റ് ഇന്ത്യക്കാരുടെ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസിൽ ഇൻവോൾവ് ആകാം, കമ്പനിക്ക് വേണമെങ്കിൽ നേറ്റീവ് ലോസ്, നേറ്റീവ് കസ്റ്റംസ് എന്നിവ റിഫോം ചെയ്യാം എന്നുള്ള ഒരു ധീര നിലപാട് എടുക്കുന്നത് കോൺവാലീസ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ആണ്. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇതിന്റെ ചൂട് പിടിച്ച് പല കാര്യങ്ങളും നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ടൈമിൽ വന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ചുവടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിൽ ഒരു യൂണിഫോം ക്രിമിനൽ കോഡ് വന്നത് 1860 IPC നിലവിൽ വന്നതിന് ശേഷമാണ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇന്ത്യയിൽ യൂണിഫോം ക്രിമിനൽ ലോ ആദ്യമായിട്ട് വരുന്നത് കോൺവാലീസിന്റെ ടൈമിലാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിൽ അതുവരെ അന്ന് നിലവിലുണ്ടായിരുന്ന മുഹമ്മദൻ ലോയിനെ അല്പം ഒന്ന് റിഫോം ചെയ്യുന്നു. കുറച്ചും കൂടി പ്രിസൈസ്ഡ് ആയിട്ട് പറയുവാണെങ്കിൽ അതിൽ മോഡറേഷൻസ് കൊണ്ടുവരുന്നു. ഇപ്പൊ കൈവെട്ടിക്കളയുക അങ്ങനത്തെ, അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുക, ഇങ്ങനത്തെ ഹാർഷ് ആയിട്ടുള്ള ആധുനിക മൊറാലിറ്റിക്ക് ചേരാത്ത ശിക്ഷാ നടപടികളെല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യുന്നു. ഹി ബ്രോട്ട് മോഡറേഷൻസ് ഇൻ Mohammedan law and this was made applicable to all Indians. This happened during the time of കോൺവാലീസ്. സോ ആദ്യമായിട്ടൊരു യൂണിഫോം ക്രിമിനൽ ലോ ഇന്ത്യയിൽ വരുന്നത് കോൺവാലീസിന്റെ ടൈമിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് വില്യം പെൻഡിക് ഗവർണർ ജനറൽ ആയിരുന്ന സമയത്ത് സെക്യുലർ ആയിട്ടുള്ള ക്രിമിനൽ ലോസ് എല്ലാ ഇന്ത്യക്കാർക്കും വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം ഒരു ലോ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നു, വിച്ച് വാസ് ഹെഡഡ് ബൈ തോമസ് മക്കാലെ. ഈ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് 1833 ഈ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയി. അവർ റെക്കമെൻഡേഷൻസ് സമർപ്പിച്ചു. ആ റെക്കമെൻഡേഷൻസ് പിന്നീട് നടപ്പിലാകുന്നു 1860. അതാണ് IPC. തോമസ് മെക്കാലെ കമ്മീഷൻസ് റെക്കമെൻഡേഷൻസ് ആണ് പിന്നീട് IPC ആയിട്ട് മാറിയതെന്ന് അറിഞ്ഞിരിക്കാം. പിന്നീട് ക്രൗൺ റൂൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് 1858 ശേഷമുള്ള കാലഘട്ടത്തിനെ നമ്മൾ ക്രൗൺ റൂൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് എന്ത് ചെയ്തു, ഇന്ത്യനെ ഭരിക്കാനായിട്ട് തുടങ്ങി. അവർ പക്ഷേ ഒരു യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ആംഗിളിൽ പ്രവർത്തിച്ചില്ല. ദേ ഡിസൈഡഡ് ടു ട്രീറ്റ് പേഴ്സണൽ ലോസ് ആസ് പെർ റിലീജിയൻ. അതിന്റെ ചൂട് പിടിച്ച് പല നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാകുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ദ ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് 1872, the Indian Divorce Act of 1869, സിഖ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആനന്ദ് മാരേജ് ആക്ട്, ദി പാഴ്സി മാരേജ് ആൻഡ് ഡിവോഴ്സ് ആക്ട് 1936, ദ മുസ്ലിം പേഴ്സണൽ ലോ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937. സോ ഇങ്ങനെ ഓരോ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടും പല പല നിയമങ്ങൾ, പേഴ്സണൽ ലോസിനെ ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടായിരുന്നു കൊളോണിയൽ ഗവൺമെന്റ് 1858 ശേഷമുള്ള കൊളോണിയൽ ഗവൺമെന്റിന് താല്പര്യം. ആൻഡ് ഇതിന് വെളിയിലുള്ള ബാക്കി എല്ലാവരെയും പൊതുവെ ഹിന്ദുസ് എന്നും എന്ത് ചെയ്തു, അഭിസംബോധന ചെയ്തു. സോ ദിസ് വാസ് ദി സ്റ്റേറ്റസ് ഓഫ് ഇന്ത്യൻ സിവിൽ ലോസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടാറായി. 1946 ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഫോം ചെയ്തു. ആൻഡ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തുടക്കത്തിൽ തന്നെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ആശയം വരുന്നുണ്ട്. കാരണം അതൊരു സോഷ്യൽ റിഫോം ആയിട്ടാണ് പല ആൾക്കാരും കണ്ടത്. UCC ഇറ്റ് ഈസ് ആക്ച്വലി കൺസിഡർഡ് ആസ് എ സോഷ്യൽ റിഫോം. കാരണം എല്ലാ ആധുനിക സമൂഹങ്ങളിലും സെക്യുലർ ആയിട്ടുള്ള ക്രിമിനൽ ആൻഡ് സിവിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. ആൻഡ് ഇന്ത്യയിൽ പേഴ്സണൽ ലോസിനും കുറെ പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് UCC വാസ് കൺസിഡർഡ് ആസ് എ സോഷ്യൽ റിഫോം. പക്ഷേ അത് എന്താണ്, സ്റ്റേറ്റിന് അതൊരു ഒബ്ലിഗേറ്ററി ആക്കി മാറ്റിയില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന മുസ്ലിം മെമ്പേഴ്സ് എന്ത് ചെയ്തു, ഇതിനെ നഖശികാന്തം എതിർക്കുന്നുണ്ട്. ആൻഡ് ഈ ടൈമിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ അറ്റാക്കും ഇന്ത്യ ഫേസ് ചെയ്തു. പാകിസ്ഥാൻ ഫോം ചെയ്തതിന്റെ മെയിൻ പ്രിസംഷൻ എന്താണ്, മുസ്ലിംസ് വിൽ നോട്ട് ബി സേഫ് ഇൻ എ ഹിന്ദു മെജോറിറ്റി ഇന്ത്യ എന്നുള്ളതാണ്. സോ ഈ ടൈമിൽ പാകിസ്ഥാൻ അത് ശരിയായി വരേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യകതയായിരുന്നു. സോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇന്ത്യയിൽ സ്റ്റേ ബാക്ക് ചെയ്ത മുസ്ലിംസിനെ പാനിക് ആക്കാനോ ഇൻസെക്യൂർ ആക്കാനോ ആ ടൈമിൽ ഗവൺമെന്റിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ആർട്ടിക്കിൾ 44 അല്ലെങ്കിൽ DPSPയിൽ ശരിക്കും പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ആശയം ഉൾപ്പെടുന്നത്
ഒരു ഫ്യൂച്ചർ ഡയറക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്തു, ഇന്ത്യൻ സ്റ്റേറ്റിന് കൊടുത്തു. ബട്ട് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇറ്റ് സെൽഫ് കൺസിഡേർഡ് UCC ആസ് എ സോഷ്യൽ റിഫോം. കാരണം ഇന്ത്യയിലെ പേഴ്സണൽ നിയമങ്ങൾ പലതും അൺഫെയർ ടു വിമൻ ആണ്. ഇപ്പം ഹിന്ദു മാരേജ് ആക്ട് വരുന്നതിന് മുമ്പ് ഒന്ന് കണ്ടീഷൻസ് എടുത്ത് നോക്കുക. ഹിന്ദു സ്ത്രീകൾക്ക് ഡിവോഴ്സിന് അധികാരമില്ല, പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് റൈറ്റ് ഇല്ല. മേരി റോയ് കേസ് എടുത്ത് നോക്കുക. അതിനു മുമ്പ് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക്, കേരളത്തിലൊക്കെ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് എന്താണ്, പിതൃസ്വത്തിൽ അവകാശമില്ല. സോ മെനി ലോസ് വെയർ ആക്ച്വലി അൺഫെയർ ടു വിമൻ. രണ്ട്, ഈ ഒരു ടൈം ഒക്കെ ആയപ്പോൾ, 20-ാം നൂറ്റാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മാരേജ് ശരിക്കും പറഞ്ഞാൽ സെക്യുലർ ആകാൻ തുടങ്ങിയിരുന്നു. ഇന്റർ കാസ്റ്റ് മാരേജസ്, ഇന്റർ റിലീജിയസ് മാരേജസ് ഒക്കെ ഇന്ത്യയിൽ മെല്ലെ മെല്ലെ ഉണ്ടാകാൻ തുടങ്ങി. സോ മാരേജ് എന്തോ ഒരു റിലീജിയസ് ഒരു ഈവന്റ് എന്നതിന് പകരം മാരേജ് ശരിക്കും പറഞ്ഞാൽ സെക്യുലർ ആകാൻ തുടങ്ങി. അതും UCC എന്ന് പറയുന്ന ഒരു ആശയത്തിന് കരുത്ത് പകർന്നു. ആൻഡ് ഫൈനലി ആധുനിക ലോകത്തിന്റെ ഒരു ചിന്താഗതിയാണ് റിലീജിയൻ ഷുഡ് റിട്രീറ്റ് ഫ്രം ലോസ്. ഓക്കെ, മിഡീവൽ ടൈമിൽ അങ്ങനെയല്ല. റിലീജിയൻ ഭയങ്കര പവർഫുൾ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നു. റിലീജിയൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് റിട്രീറ്റ് ആകാൻ തുടങ്ങുന്നത് രണ്ട് കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ട് ലോസ്. ഓക്കെ, ലോ മേക്കിംഗ്. സോ ആധുനിക ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ്, റിലീജിയൻ ഷുഡ് റിട്രീറ്റ് ഫ്രം ലോ മേക്കിംഗ് ആസ് വെൽ ആസ് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് UCCനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിനെ ഇൻസെക്യൂർ ആക്കണ്ട എന്ന് വിചാരിച്ച് അവരതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആക്കി മാറ്റി എന്ന് അറിഞ്ഞിരിക്കുക. ബട്ട് സ്റ്റിൽ അത് DPSP ആണെങ്കിലും ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്. അത് നിങ്ങളൊന്ന് മറന്നു പോകല്. സോ പിന്നീട് എന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ തുടക്കം നമുക്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തുടങ്ങാം. പേഴ്സണൽ ലോസിന്റെ റിഫോംസ് UCC ബേസിക്കലി ഒരു റിഫോം ആയിട്ടാണല്ലോ ആൾക്കാരെ കൺസിഡർ ചെയ്തത്. സോ ഈ റിഫോം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തുടങ്ങാം എന്നുള്ളൊരു ആശയം വരുന്നു. അംബേദ്കർ അതിന്റെ വലിയൊരു വക്താവായിരുന്നു. അംബേദ്കർ ശരിക്കും പറഞ്ഞാൽ UCCക്ക് വേണ്ടിയിട്ട് വാദിച്ച ഒരാളാണ് കേട്ടോ. അംബേദ്കറിന്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഇതായിരുന്നു, പേഴ്സണൽ ലോസ് ഷുഡ് നോട്ട് ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദി ജുറിസ്ഡിക്ഷൻ ഓഫ് ദി സ്റ്റേറ്റ്. ഓക്കെ, ഇങ്ങനെ വാദിച്ച ആളാണ് അംബേദ്കർ. സോ പക്ഷെ നെഹ്റു പറഞ്ഞു വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഹിന്ദു കമ്മ്യൂണിറ്റി. അങ്ങനെ അംബേദ്കർ എന്ത് ചെയ്യുന്നു, ഹിന്ദു കമ്മ്യൂണിറ്റീന്റെ പേഴ്സണൽ ലോസ് റിഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അദ്ദേഹം ഹിന്ദു കോഡ് ബിൽ എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് വരികയാണ്. ഓക്കെ, സോ ഹിന്ദു കോഡ് ബില്ലിനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹിന്ദു കോഡ് ബിൽ ഈസ് ആപ്ലിക്കബിൾ ടു ഹൂം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദോസ് ഹു ആർ നോട്ട് ക്രിസ്ത്യൻ, പാഴ്സി ആൻഡ് മുസ്ലിം. അതായത് സിഖുകാർക്കും ജെയിൻസിനും ബുദ്ധിസ്റ്റുകൾക്കും എല്ലാവർക്കും എന്താണ്, ഈ ഹിന്ദു കോഡ് ബില്ലായിരിക്കും ഇനി ആപ്ലിക്കബിൾ ആകാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദി ദയഭാഗ ആൻഡ് മിതാക്ഷര. ഓക്കെ, രണ്ട് ഹിന്ദു ലോ ബുക്കുകളുണ്ട്. ഓക്കെ, ദയഭാഗ ആൻഡ് മിതാക്ഷര. മിഡീവൽ ടൈമിൽ എഴുതപ്പെട്ട മിതാക്ഷര ഡെക്കൻ റീജിയനിൽ രാഷ്ട്രകൂടാസിന്റെ ടൈമിൽ എഴുതപ്പെട്ടതാണെങ്കിൽ വിജ്ഞാനേശ്വർ എഴുതിയതാണ് മിതാക്ഷര. ദയഭാഗ ബംഗാൾ സൈഡിൽ ഉണ്ടായിരുന്നു. ഇതിനെ ബേസ് ചെയ്ത് 2020 ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ദയഭാഗ മിതാക്ഷരനെ പറ്റിയിട്ട് പ്രിലിംസിന് ചോദ്യം ഉണ്ടായിരുന്നു. കാരണം ഇതാണ്, ഓക്കെ, ഇന്ത്യയിലെ ഹിന്ദു പേഴ്സണൽ ലോസ് ഈസ് ബേസ്ഡ് ഓൺ ദയഭാഗ ആൻഡ് മിതാക്ഷര. പക്ഷെ 1951 ഇത് ഇംപ്ലിമെന്റ് ഇത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിലവിലുള്ള ടൈമിൽ തന്നെ ഹിന്ദു കോഡ് ബിൽ എന്ത് ചെയ്യുന്നില്ല, അത് ഇംപ്ലിമെന്റഡ് ആകുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്ന് റിസൈൻ ചെയ്തവരെ പോകുന്നു ഇൻ 1951. പക്ഷെ പിന്നീട് നെഹ്റു ഇതിലൊരു അല്പം വെള്ളമൊക്കെ ചേർത്ത് ഈ ഹിന്ദു കോഡ് ബില്ല് പല സ്റ്റേജ് ആയിട്ട് പാസ്സാക്കുകയാണ്. ഓക്കെ, ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്. ഇങ്ങനെ അംബേദ്കർ വിഭാവനം ചെയ്ത ഹിന്ദു കോഡ് ബില്ല് പല ഘട്ടത്തിലായിട്ട് നെഹ്റു എന്ത് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ബേസിക്കലി അദ്ദേഹത്തിന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം കിട്ടിയ ആ പൊളിറ്റിക്കൽ കോൺഫിഡൻസ് ആണ്. ഓക്കെ, 1951 നെഹ്റുവിന് ആ ഒരു പൊളിറ്റിക്കൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇലക്ഷന് വിജയിച്ചപ്പോൾ 400 സീറ്റിന് മേൽ സീറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പൊളിറ്റിക്കൽ കോൺഫിഡൻസ് വരുന്നു. ഹിന്ദു കോഡ് ബില്ലിനെ പല നിയമങ്ങളാക്കി മാറ്റി അദ്ദേഹം എന്ത് ചെയ്യുന്നു, 55-56 ടൈമിൽ എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. ഇതേ ടൈമിൽ തന്നെ ദ റിഫോംസ് ഓഫ് പേഴ്സണൽ ലോസ് എന്ന് പറഞ്ഞൊരു ആംഗിളിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് നിയമവും ഇന്ത്യയിൽ പാസ്സാവുന്നു. ദാറ്റ് ഈസ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് ഓഫ് 1954. ഓക്കെ, മാരേജ് സെക്യുലറായി മാറിയ ഒരു കാലഘട്ടത്തിൽ മാരേജിനെ സെക്യുലർ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു നിയമ പരിരക്ഷ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ വരുന്നു.
സ്പെഷ്യൽ മാരേജ് ആക്ട്. സോ പല മതത്തിൽപ്പെടുന്ന പല ജാതിയിൽപ്പെടുന്ന ആൾക്കാർക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ ഉണ്ടാകുന്നു. സോ നെഹ്റുവിന്റെ ഒരു ആർഗ്യുമെന്റ് ഇതായിരുന്നു, എൻറ്റയർ ഇന്ത്യയിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല, കാരണം ദർ ഇസ് ഐഡിയോളജിക്കൽ അറ്റാക്ക് ഫ്രം പാകിസ്ഥാൻ. പക്ഷെ നെഹ്റു പറഞ്ഞു, ഐ വാണ്ട് ടു പ്രിപ്പയർ ദി ഗ്രൗണ്ട്. ഓക്കെ, ഇത് ഒരു തുടക്കമാകട്ടെ എന്നുള്ളൊരു ആംഗിളിലാണ് നെഹ്റു സംസാരിക്കുന്നത്. ഐ വാണ്ട് ടു പ്രിപ്പയർ ദി ഗ്രൗണ്ട് ഫോർ ഇറ്റ് ആൻഡ് ദിസ് കൈൻഡ് ഓഫ് തിങ് ഈസ് വൺ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ഫോർ ഗ്രൗണ്ട്. ഓക്കെ, സോ ആദ്യം ഹിന്ദു സമൂഹത്തിലെ പേഴ്സണൽ ലോസിനെ റിഫോം ചെയ്തിട്ട് പിന്നീട് ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം പേഴ്സണൽ ലോസിലേക്കൊക്കെ റിഫോംസ് കൊണ്ടുവരാമെന്നാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. പക്ഷെ ഇതിന് ഭയങ്കര ഒപ്പോസിഷൻ നേരിടേണ്ടി വന്നു കേട്ടോ. ഇപ്പൊ റായ്സേന ഹില്ലൊക്കെ ഏതാണ്ട് 50,000-ഓളം ഹിന്ദു സന്യാസിമാരും സാധുമാരും 1956 റായ്സേന ഹില്ല് വളഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആദ്യമായിട്ട് കണ്ട ഒരു കലാപം ഒരു കാർഷിക കലാപമല്ല, ഒരു സന്യാസി കലാപമാണ്. ആൻഡ് ഒരു പരിധി വരെ ഇതാണ് ശരിക്കും ഹിന്ദു റൈറ്റ് വിങ് ഓർഗനൈസേഷൻസിന് നെഹ്റുവിനോടുള്ള വിരോധത്തിന്റെ ഒരു ഫണ്ടമെന്റൽ റീസൺ. കാരണം ഈ നിയമങ്ങൾ നടപ്പിലായതോടുകൂടി മനുസ്മൃതി പോലത്തെ ഹിന്ദു നിയമാവലികൾ എന്താകുന്നു, അപ്രസക്തമായി മാറുന്നു. പക്ഷേ മൈനോറിറ്റീസിന്റെ നിയമാവലികൾ അങ്ങനെ തന്നെ പ്രസക്തമായി നിൽക്കുകയും ചെയ്യുന്നു. സോ ഇതായിരുന്നു. പക്ഷെ ഇത് എ ഗ്രേറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് റിഫോംസ് ഓഫ് പേഴ്സണൽ ലോസ്, എ ഗ്രേറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് UCC എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു ദി പാസിംഗ് ഓഫ് ഓൾ ദീസ് ബിൽസ്. ഓക്കെ, ഫസ്റ്റ് ടൈമിൽ തന്നെ. പിന്നീട് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ആശയം ഭയങ്കരമായിട്ട് ചർച്ചയ്ക്ക് വരുന്നു. അതിന്റെ കാരണം ദി ഫേമസ് ഷാ ബാനു കേസ്. ഓക്കെ, മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാ ബാനു ബീഗം ആൻഡ് അതേഴ്സ് കേസ് എന്നാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഇത്. ബേസിക്കലി എന്താണ്, മുഹമ്മദ് അഹമ്മദ് ഖാന്റെ ആദ്യത്തെ ഭാര്യയായിരുന്നു ഷാ ബാനു. അവരെയും മക്കളെയും ഇദ്ദേഹം വെളിയിൽ നിന്ന് പുറത്താക്കി. അവസാനം ഒരു രക്ഷയില്ലാണ്ടായപ്പോഴത്തേന് ഇവര് ജീവനാംശം അലിമോണിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കോടതിനെ അപ്രോച്ച് ചെയ്തു. സോ ആ ടൈമിൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ത് ചെയ്തു, ഇവരെ മൊഴി ചൊല്ലുകയാണ്. മുത്തലാഖ് നടത്തി ഇവരെ എന്ത് ചെയ്തു, ഡിവോഴ്സ് ചെയ്തു. അപ്പം ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം ഇദ്ദ പീരീഡ് ഉണ്ട്, അത് 90 days ആണ്. ആ ടൈമിൽ മാത്രം ചെലവിന് കൊടുത്താൽ മതി, മെയിൻ്റെനൻസ് മീറ്റ് ചെയ്താൽ മതി. അപ്പം ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഷാബാനു വീണ്ടും കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി എന്ത് ചെയ്തു, മുഹമ്മദ് അഹമ്മദ് ഖാനോട് അലിമോണി അഥവാ മെയിൻ്റെനൻസ് കൊടുക്കാനായിട്ട് പറയുന്നു. അന്ന് ഹൈക്കോടതി ഉയർത്തിപ്പിടിച്ച വാദം സെക്ഷൻ 125 ഓഫ് CRPC ആണ്. എന്താണ് സെക്ഷൻ 125 CRPC? വുമൺ ഹു മാരീഡ് എ മാൻ ഫോൾസ്ലി കെയിം ടു ബി ഡിവോഴ്സ് ഈസ് എൻടൈറ്റിൽഡ് ടു മെയിൻ്റെനൻസ്. അതായത് ഒരു സ്ത്രീനെ വ്യാജ പരാതിയുടെ മേൽ ഫ്രോഡ് ഉപയോഗിച്ച് ഡിവോഴ്സ് ചെയ്യുവാണെങ്കിൽ ഷീ ഈസ് എൻടൈറ്റിൽഡ് ഫോർ മെയിൻ്റെനൻസ് എന്നുള്ള ക്ലോസ് ആണ് സെക്ഷൻ 125. സോ ഈവൻ ദോ ഷാബാനുവിനെ ഡിവോഴ്സ് ചെയ്തെങ്കിലും, മുത്തലാഖിൽ കൂടി ഡിവോഴ്സ് ചെയ്തെങ്കിലും, ഹൈക്കോടതി എന്ത് പറഞ്ഞു, മെയിൻ്റെനൻസ് അല്ലെങ്കിൽ അലിമോണി ഷാബാനുവിന് കൊടുക്കണമെന്ന് മുഹമ്മദ് അഹമ്മദ് ഖാനോട് ഉത്തരവിടുകയാണ്. ഇതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതി പോകുന്നു. സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയാണ്. പക്ഷേ ഈ വിധി ശരിവെച്ച സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ ആണ് UCCനെ വീണ്ടും ശരിക്കും പറഞ്ഞാൽ പബ്ലിക് സ്പേസിൽ എ മാറ്റർ ഓഫ് ഡിബേറ്റ് ആക്കി മാറ്റുന്നത്. സുപ്രീം കോടതി ഇൻ ഷാബാനു കേസ് എക്സ്പ്രസ് ഡിസെന്റ് എഗെയിൻസ്റ്റ് ദി സ്റ്റേറ്റ് ഫോർ നോട്ട് ഇംപ്ലിമെന്റിംഗ് UCC. എന്തുകൊണ്ട് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. ആൻഡ് സുപ്രീം കോടതി ഒരു നിരീക്ഷണം കൂടി നടത്തി, UCC വിൽ സ്ട്രെങ്തൻ the cause of national integration. So വീണ്ടും UCC or യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വീണ്ടും പത്രമാധ്യമങ്ങളും ഇന്ത്യൻ സമൂഹവും എല്ലാം വീണ്ടും ചർച്ച ചെയ്യുന്നു. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ത് ചെയ്തില്ല, ഇതിനെ വാമായിട്ടല്ല വെൽക്കം ചെയ്തത്. അവര് രാജീവ് ഗാന്ധി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, പ്രഷറൈസ് ചെയ്യുന്നു. 1985 കുറച്ച് എലക്ഷൻസ് നടക്കുന്നുണ്ട്, ആസാമിലും ബീഹാറിലും ഒക്കെ. സോ ഇതിൽ കോൺഗ്രസ് പാർട്ടി 8 നിലയിൽ പൊട്ടുകയാണ്. കാരണം ഒരു വോട്ട് ബാങ്ക് ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി മാറി. ഇവരെന്ത് ചെയ്തു, കോൺഗ്രസിനെ പരാജയപ്പെടുന്നു. അങ്ങനെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഈ വിധിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരികയാണ്. ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയും, ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓൺ റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986. ആൻഡ് ഈ വിധിനെ മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ബില്ല് പാസ്സാക്കിയത്. ഈ നിയമപ്രകാരം എന്ത് ചെയ്തു, മുസ്ലിം സ്ത്രീകൾക്ക് 90 ദിവസത്തിനുള്ള മെയിൻ്റെനൻസിനുള്ള റൈറ്റേ ഉള്ളൂ എന്ന് ഈ ആക്ട് കൊണ്ടുവരും നമുക്ക് കാണാൻ സാധിക്കും.
സോ ഇതാണ് ദ ഫേമസ് ആയിട്ടുള്ള ഷാബാനു കേസ്. ഈ ഷാബാനു കേസിൽ ഒരല്പം റിലീഫ് പിന്നീട് മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. ആ റിലീഫ് കൊടുത്ത വ്യക്തിയാണ് ഡാനിയൽ ലത്തീഫി. ഇദ്ദേഹം ബേസിക്കലി ഷാബാനുവിന്റെ ലോയർ ആയിരുന്നു. സോ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ഹി ഗോട്ട് അജിറ്റേറ്റഡ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നിയമ പോരാട്ടം നടത്തുകയാണ്. ഹി വാണ്ടഡ് ടു ചലഞ്ച് ദിസ് ആക്ട്, മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓൺ റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ടിനെ ചലഞ്ച് ചെയ്യണം. ഈ റിട്ടില് കോടതി എന്ത് ചെയ്യുന്നു, ഒരു വിധി കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞു ഇദ്ദാ പീരീഡിലെ മെയിൻ്റനൻസ് കൂടാതെ വൈഫ് ഈസ് ആക്ച്വലി എൻടൈറ്റിൽഡ് ഫോർ റീസണബിൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ. 90 ദിവസത്തെ ഇദ്ദാ കാലാവധിയിലെ ആ കോമ്പൻസേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. ഡിവോഴ്സ് നടക്കുന്ന ടൈമിൽ ഹസ്ബൻഡ് ഒരു റീസണബിൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ എന്ത് ചെയ്യണം, വൈഫിന് കൊടുക്കണം. ബൈ കോൺടെംപ്ലേറ്റിംഗ് ദ ഫ്യൂച്ചർ നീഡ്സ് ഓൾസോ. 90 ദിവസത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ഫ്യൂച്ചർ നീഡ്സും കൂടി കൺസിഡർ ചെയ്ത് കോൺടെംപ്ലേറ്റ് ചെയ്ത് ഒരു ഫെയർ ആൻഡ് റീസണബിൾ കോമ്പൻസേഷൻ വൈഫിന് കൊടുക്കണമെന്ന് ഡാനിയൽ ലത്തീഫി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വരും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കാം. UCC അല്ലെങ്കിൽ ദ റിഫോംസ് ഓഫ് പേഴ്സണൽ ലോയിൽ ഇന്ത്യയിൽ നടന്ന ബാക്കി ഇമ്പോർട്ടൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കാം. ഇതെല്ലാം തന്നെ മാരേജ് ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ UCC വരണമെന്ന് പല ആൾക്കാരും പറയാനായിട്ടുള്ള കാരണം സ്വത്തവകാശത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അത് മുസ്ലിം പേഴ്സണൽ ലോസിൽ മാത്രമല്ല, ക്രിസ്ത്യൻ പേഴ്സണൽ ലോസിലും ഇങ്ങനെയാണ്. 2023 തന്നെ കോട്ടയത്ത് ഒരു കേസ് നടന്നായിരുന്നു. ഒരു ഹിന്ദു സ്ത്രീ ഭർത്താവിനെ ഒരു ക്രിസ്ത്യൻ യുവാവിനെ ഭർത്താവായിട്ട് സ്വീകരിച്ച് അവരെ 10 കൊല്ലത്തോളം ഒരുമിച്ച് താമസിച്ചു. അത് വിവാഹിതരായിട്ട് തന്നെ ജീവിച്ചു. പക്ഷെ മക്കളില്ലായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു. ഇവരെ എന്ത് ചെയ്തു, ഭർത്ത് വീട്ടുകാര് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇതൊക്കെ 2023 നടന്നൊരു സംഭവമാണ്. കാരണം സ്വത്തവകാശം ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യൻ ഇൻഹെറിറ്റൻസ് ആക്ട് ഉണ്ട്, മുസ്ലിം ഇൻഹെറിറ്റൻസ് ആക്ട് ഉണ്ട്, അത് പ്രകാരമാണ് നടക്കുന്നത്. ആൻഡ് അതിലൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിക്കപ്പെടുമ്പോൾ വിൽ പത്രം എഴുതി വെച്ചിട്ടില്ലെങ്കിൽ സ്ത്രീക്ക് യാതൊരു സ്വത്തുമില്ല. സോ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വത്തവകാശത്തിൽ കിടക്കുന്നുണ്ട്. സോ പേഴ്സണൽ ലോസിലെ സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻജസ്റ്റിസ് വെളിയിൽ കൊണ്ടുവന്ന ഫേമസ് കേസാണ് മേരി റോയ് കേസ്. നമ്മുടെ അരുന്ധതി റോയുടെ അമ്മ. അവര് സുപ്രീം കോടതി വരെ എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്ത്. അതിനു മുമ്പ് വരെയും ഈ കേസിന് മുമ്പ് വരെ ഇത് 1986 ആണ്. 1986 വരെയും ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെയൊക്കെ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് എന്താണ്, പിതൃസ്വത്തിൽ അവകാശമില്ല. മേരി റോയിന്റെ സ്വന്തം സഹോദരൻ അവരുടെ പിതൃസ്വത്തിൽ നിന്ന് അവരെ ഇറക്കി വിടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതാണ് ഈ കേസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കോടതി എന്ത് ചെയ്തു, it nullified the Travancore Succession Act with retrospective effect. അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. റെട്രോസ്പെക്ട് എഫക്റ്റോട് കൊണ്ട് എന്ത് ചെയ്തു, ഈ ആക്ട് ആണ് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് പിതൃസ്വത്തിൽ അവകാശം കൊടുക്കാതിരുന്ന നിയമം. ഇതാണ് ഫേമസ് ആയിട്ടുള്ള മേരി റോയ് കേസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് മേരി റോയ് കേസിന്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു, ഇറ്റ് ബ്രോട്ട് ദി ഇഷ്യൂ ഓഫ് വിമൻസ് റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് ഇൻ ദി ഫോർ ഫ്രണ്ട്. സോ ഇതും മെല്ലെ മെല്ലെ UCC ആയിട്ട് ബന്ധപ്പെട്ട്, അതുവരെ വിവാഹം ഡിവോഴ്സ് കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തെങ്കിൽ മേരി റോയ് കേസ് പേഴ്സണൽ ലോസിലെ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻജസ്റ്റിസ് എന്ത് ചെയ്തു, ഇന്ത്യൻ പബ്ലിക്കിൽ മുന്നിൽ വരുന്നു. ഇറ്റ് ബിക്കേം എ മാറ്റർ ഓഫ് ഡിസ്കഷൻ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ദ സർല മുദ്ഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. UCCയിലേക്കുള്ള ചൂടുവെപ്പ്, അടുത്തൊരു ചൂടുവെപ്പായിരുന്നു ഈ കേസ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയേ ഉള്ളൂ. ഭർത്താവ് എന്ത് ചെയ്തു, മറ്റൊരു സ്ത്രീനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ആ വിവാഹം എന്ത് ചെയ്തു, അസാധുവാക്കുന്നതാണ് സർല മുദ്ഗൽ കേസ്. ഇറ്റ് പ്രിവെന്റഡ് ഫ്രോഡൽ കൺവേർഷൻ ഫോർ പോളിഗമി. ഈ കേസിലും കോർട്ട് എംഫസൈസ് ചെയ്യുന്നു ഓൺ ദി നീഡ് ഓഫ് UCC. ഗവൺമെന്റിനോട് ചോദിക്കുന്നു എന്തുകൊണ്ട് UCC ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. മറ്റൊരു ഇമ്പോർട്ടന്റ് കേസ് ജോൺ വള്ളമറ്റം ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഇതില് കോർട്ടിന്റെ നിരീക്ഷണം എന്താണ്, മാരേജിനെ സെക്യുലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. The secular nature like marriage cannot be brought under the guarantee of religious freedom എന്ന് പറയുന്ന ഒരു പരാമർശം സുപ്രീം കോടതി 2003 നടത്തുന്ന നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഫൈനലി UCC വീണ്ടും ചർച്ചയാകുന്നു. മുത്തലാഖ് നിരോധനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതാണ്
ദി സൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സുപ്രീം കോടതി എന്ത് ചെയ്തു? മുത്തലാഖ് നിർത്തലാക്കി എന്ന് മാത്രമല്ല, ആ സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്തു, അത് ഇല്ലീഗലാക്കി മാറ്റി എന്ന് മാത്രമല്ല, ഗവൺമെന്റിനോട് ലെജിസ്ലേഷൻസ് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഗവൺമെന്റിനോട് ലെജിസ്ലേഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നു ടു റിഫോം മുസ്ലിം പേഴ്സണൽ ലോസ്. മറ്റൊരു പരാമർശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ദി പൊട്ടൻഷ്യൽ റോൾ ഓഫ് UCC. Supreme Court mentioned about the potential role of UCC in ensuring gender justice. So അഭിപ്രായം തേടി, ഗവൺമെന്റിനോട് അഭിപ്രായം തേടി, എന്തുകൊണ്ട് UCC കൊണ്ടുവന്നുകൂടാ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം തേടി. ഇതാണ് UCCന്റെ ഇതുവരെയുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ചൂട് പിടിച്ച് ഗവൺമെന്റ് എന്ത് ചെയ്തു? ലോ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നു. 2014 21st ലോ കമ്മീഷൻ. പക്ഷെ ലോ കമ്മീഷൻ ഇതിനോട് ഫേവറബിൾ ആയിട്ടല്ല ഒരു നിലപാടെടുത്ത്. ലോ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു. ദാറ്റ് റിപ്പോർട്ട് ഈസ് നോൺ ആസ് കൺസൾട്ടേഷൻ പേപ്പർ ഓൺ റിഫോം ഓഫ് ഫാമിലി ലോ. അതില് ലോ കമ്മീഷന്റെ മറുപടി അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ ഇതായിരുന്നു: UCC ഈസ് നൈദർ നെസസറി നോർ ഡിസൈറബിൾ അറ്റ് ദിസ് സ്റ്റേജ്. ഇപ്പൊ UCC എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ക്ലോസ്ഡ് ആയി എന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ BJP MP ആയിരുന്ന കിരോടി ലാൽ മീന, അദ്ദേഹം ഒരു പ്രൈവറ്റ് ബിൽ അവതരിപ്പിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡ് ഇൻ ഇന്ത്യ ബിൽ. വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ഇഷ്യൂ എ മാറ്റർ ഓഫ് പബ്ലിക് ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ ആയിട്ട് മാറുകയാണ്. ആ ടൈമിലാണ് 22nd ലോ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആകുന്നത് എന്ന് പറഞ്ഞു. ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് 22nd ലോ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആകുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ലോ കമ്മീഷൻ എന്ത് ചെയ്തു? യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയിട്ട് ജനങ്ങളുടെയും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പ്സിന്റെയും അഭിപ്രായങ്ങൾ തേടുന്നു. അങ്ങനെ ഒരു ലോ കമ്മീഷൻ സോട്ട് ദി ഐഡിയാസ് ആൻഡ് വ്യൂസ് ഓൺ UCC ഫ്രം ദി പബ്ലിക് അറ്റ് ലാർജ് ആസ് വെൽ ആസ് ഫ്രം റെക്കഗ്നൈസ്ഡ് റിലീജിയസ് ഓർഗനൈസേഷൻസ്. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ യൂണിഫോം സിവിൽ കോഡിന്റെ നാൾ വഴികൾ എന്ന് പറഞ്ഞ്. ആൻഡ് ഫൈനലി ഉത്തരാഖണ്ഡ് എന്ത് ചെയ്തു? ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് അസംബ്ലി യൂണിഫോം സിവിൽ കോഡ് ബില്ല് പാസ്സാക്കി. സോ ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഇങ്ങനത്തെ ഫാക്ച്വൽ ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറും. ഇനി മെയിൻ എക്സാമിനേഷന് ഹെൽപ്ഫുൾ ആകുന്ന രീതിക്കുള്ള കുറച്ച് ഡിസ്കഷൻസും നമുക്ക് ആവാം. UCC ആയിട്ട് ബന്ധപ്പെട്ട ആർഗ്യുമെന്റ്സ്, അതിനെതിരെ, അതിന് പോസിറ്റീവായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. UCCനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്ന ആർഗ്യുമെന്റ്സ് ഇവിടെ ഞാൻ ചേർക്കുന്നു. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ മുന്നോട്ട് വെച്ച കപിൽ സിബിലാണ്. കപിൽ സിബിലിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് എ തോട്ട്ലെസ് എക്സസൈസ് എന്നാണ്. അദ്ദേഹം ചോദിക്കുന്നു എന്താണ് ഈ UCC? കാരണം ഇതുവരെയും ഒരു ക്ലിയർ കട്ട് ഐഡിയ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ഇത് വെറും ഒരു പോളറൈസിങ് പൊളിറ്റിക്സ് ആയിട്ട് മാത്രം ഗവൺമെന്റ് നിർത്തുന്നു എന്നാണ് കപിൽ സിബലിനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. ഹി ക്രിട്ടിസൈസ്ഡ് UCC ആസ് എ തോട്ട്ലെസ് എക്സസൈസ്. രണ്ടാമത്തേത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് ആണ്. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷന് UCC കാരണമായി മാറുമെന്നുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആർഗ്യുമെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർ മുന്നോട്ട് വെക്കുന്നത് ആർട്ടിക്കിൾ 25 and 29 ആണ്. UCC ഈസ് വയലേറ്റിംഗ് ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ 25 ആസ് വെൽ ആസ് 29. 29 എന്താണ്? റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം ആണ്. ഇപ്പം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് അദ്ദേഹത്തിന്റെ മതത്തിനനുസരിച്ച് ഓറിയന്റ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. UCC വന്നു കഴിഞ്ഞാൽ അത് കർട്ടൈൽഡ് ആകും എന്നുള്ളതാണ് ഇവരുടെ ആർഗ്യുമെന്റ്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആർട്ടിക്കിൾ 29 എന്താണ്? റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു പ്രിസർവ് ദെയർ ലാംഗ്വേജ്, കൾച്ചർ എക്സെട്ര ആണ്. സോ മതം ശരിക്കും പറഞ്ഞാൽ കൾച്ചറിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആൻഡ് പാഴ്സൽ ആണ്. സോ UCC വരുന്നത് മൈനോറിറ്റീസിന്റെ കൾച്ചർ ത്രെറ്റൻഡ് ആകും എന്നൊരു ആർഗ്യുമെന്റ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർഗ്യുമെന്റ്സ് എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് വാദഗതി കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UCC ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് UCCനെ എതിർക്കുന്ന ചില ആൾക്കാർ പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്തുകൊണ്ട് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി? ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഡിഡ് നോട്ട് ഇന്റെൻഡ് ടോട്ടൽ യൂണിഫോമിറ്റി വെൻ ഇറ്റ് കംസ് ടു പേഴ്സണൽ ലോസ്. അതുകൊണ്ട് അതാണ് DPSPയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ സ്റ്റേറ്റ് ഷാൽ എൻഡിവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എൻറ്റയർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു യൂണിഫോം ആയിട്ടുള്ള സിവിൽ ലോസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇന്റന്റ് ചെയ്തില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഫൈനലി
ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ചീപ്പ് രാഷ്ട്രീയമാണെന്നുള്ള വാദഗതിയും നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പം നോർത്ത് ഈസ്റ്റിലേക്ക്, ഇപ്പം നമ്മുടെ ഹോം മിനിസ്റ്റർ തന്നെ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ട്രൈബൽസിനെ എന്ത് ചെയ്തു, നിങ്ങൾ ഇതിൽ പാനിക്ഡ് ആകണ്ട എന്ന് പറയുന്നുണ്ട്. സിഖുകാർക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള കുറെ അഷുറൻസ് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിനെ ഒരു ബൈനറി ആക്കി മാറ്റുകയാണ്. ഓക്കെ, മുസ്ലിംസ് വേഴ്സസ് അതേഴ്സ് എന്ന് പറഞ്ഞൊരു ബൈനറി ആക്കി ഇതിനെ മാറ്റുന്നു. അതുകൊണ്ട് തന്നെ UCC ഒരു നമ്മുടെ സമൂഹത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഡേഞ്ചർ ആണ്. ഇതിപ്പോൾ ആവശ്യമില്ല. വേണമെങ്കിൽ റെസ്പെക്റ്റീവ് കമ്മ്യൂണിറ്റിയിലെ നിയമങ്ങൾ റിഫോം ചെയ്യട്ടെ, അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റും നമുക്ക് UCCക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. കുറെ പോയിന്റ്സ് ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് UCCനെ ഫേവർ ചെയ്യുന്ന ആർഗ്യുമെന്റ്സും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അതും എഗെയിൻ കുറെ പോയിന്റ്സ് ഉണ്ട്. ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ആദ്യത്തേത് എന്താണ്? ദിസ് ഈസ് ആക്ച്വലി എ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്. ഭരണഘടന നമ്മുടെ മേൽ ചുമത്തിയിരിക്കുന്ന ഒരു ബാധ്യതയാണ് ശരിക്കും പറഞ്ഞാൽ UCC എന്ന് പറഞ്ഞാൽ. അത് DPSP ആണെങ്കിലും അത് ഫ്യൂച്ചറിൽ സ്റ്റേറ്റിന് കൊടുക്കുന്ന ഡയറക്റ്റീവാണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എ ഡയറക്റ്റീവ്. നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആംഗിളിൽ ശരിക്കും പറഞ്ഞാൽ UCC ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദ റിഫോംസ് ഒരു സോഷ്യൽ റിഫോം ആയിട്ടും കണ്ടിട്ടുണ്ട്. ഇതിനെ നാഷണൽ ഇന്റഗ്രേഷൻ ഉതകുന്ന ഒരു റിഫോം ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കണ്ടിട്ടുണ്ട്. വൺ നേഷൻ വൺ ഫാമിലി വൺ ലോ. ഓക്കെ, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇറ്റ് വിൽ ലീഡ് ഇൻ നാഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് റിലീജിയനിൽ ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്ന പേഴ്സണൽ ലോസ് ഒക്കെ റിഫോംഡ് ആകും. ഇങ്ങനെ പല അഡ്വാൻറ്റേജസും UCC കൊണ്ട്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്. അതിൽ നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. രണ്ട്, സുപ്രീം കോടതിന്റെ നിരീക്ഷണങ്ങൾ. പല ടൈമിൽ സുപ്രീം കോടതി കാരണം നിയമനിർമ്മാണം കോടതിയുടെ ജോലിയല്ലല്ലോ, ലെജിസ്ലേച്ചറിന്റെ ജോലിയാണ്. പല ടൈമില് സുപ്രീം കോടതി നടപ്പിലാക്കാത്തതിന്റെ ഡിസെന്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റിനോട് അഭിപ്രായങ്ങൾ പല തവണ ആരാഞ്ഞിട്ടുമുണ്ട്. സോ സുപ്രീം കോടതി, ഓക്കെ, ദ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോടതി ഈസ് ഇൻ ഫേവർ ഓഫ് UCC. ഓക്കെ, മൂന്ന്, അഗെയിൻ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം, ഓക്കെ, ഒരു മോഡേൺ കാലഘട്ടത്തിന്റെ ആശയം എന്താണ്? റിലീജിയൻ ഷുഡ് സ്റ്റേ അവേ ഫ്രം law making process as well as education. Okay, എഡ്യൂക്കേഷനിൽ നിന്നും ലോ മേക്കിംഗ് പ്രോസസ്സിൽ നിന്നും റിലീജിയൻ മാറി നിൽക്കണം. കാരണം ഈ പറഞ്ഞിരിക്കുന്ന റിലീജിയൻസ് എല്ലാം ഉത്ഭവിച്ചത് മിഡീവൽ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ റിലീജിയൻസിന്റെ ലോജിക്കും റിലീജിയൻസിന്റെ മൊറാലിറ്റിയും ഈസ് നോട്ട് ഇൻ ട്യൂൺ വിത്ത് ദി കോണ്ടംപററി വേൾഡ്. ഓക്കെ, ഇങ്ങനൊരു ആർഗ്യുമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഫോർത്ത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്ന ആംഗിൾസ് മാത്രമല്ല, ഓക്കെ, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. സോ ദി റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം ഷുഡ് നോട്ട് കർട്ടെയിൽ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി ഓർ റൈറ്റ് ടു ഇക്വാലിറ്റി. ഇങ്ങനത്തെ ഒരു ആർഗ്യുമെന്റും UCCനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു. ആൻഡ് അഞ്ചാമത്തെ പോയിന്റ് നിങ്ങളൊന്ന് ഓർമ്മ നോക്കുകയും, ഹിന്ദു മാരേജ് ആയിട്ട് ഹിന്ദു സക്സഷൻ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ഇത് ബേസിക്കലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മിതാക്ഷർ ആൻഡ് ദേബാഗ. ഓക്കെ, പക്ഷെ ഇത് ആർക്കൊക്കെ കൂടി അപ്ലൈഡ് ആണ്? സിഖുകാർക്കും ജൈനാസിനും ബുദ്ധിസ്റ്റിനും കൂടെ അപ്ലൈഡ് ആണ്. സോ ഒരു സെക്യുലർ ആയിട്ടുള്ളൊരു നിയമം എല്ലാവർക്കും വരികയായിരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, സോ ഹിന്ദു നിയമാവലികളായ മിതാക്ഷരൻ ദേബാഗ ഇവരുടെ മേൽ അപ്ലൈ ചെയ്യുന്നതിലും നല്ലത് ഒരു സെക്യുലർ നിയമം കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഒരേപോലെ ആക്കുന്നതാണെന്നുള്ള ആർഗ്യുമെന്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഫൈനലി മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ എതിർപ്പിനെയും പല ആൾക്കാരും എന്ത് ചെയ്യുന്നു? തള്ളിപ്പറഞ്ഞു. അവർ ചോദിക്കുന്ന കാര്യം, ഈ റിഫോംസ് മുസ്ലിം കൺട്രീസിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോളിഗമി അബോളിഷ് ചെയ്ത രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, തുർക്കി പോലത്തെ രാജ്യങ്ങൾ. ഓക്കെ, ഇപ്പം ട്രിപ്പിൾ തലാക്ക് ഇന്ത്യയിൽ നിരോധിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങൾ നിരോധിച്ചതാണ്. സോ മുസ്ലിം കൺട്രീസിൽ തന്നെ പേഴ്സണൽ ലോസ് റിഫോംഡ് ആകുന്നുണ്ട്. ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ഒത്തിരി പാനിക്ഡ് ആകേണ്ട കാര്യമില്ല. ആൻഡ് മോഡേൺ സൊസൈറ്റീസ് എല്ലാം തന്നെ, പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ, എസ്പെഷ്യലി പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് യൂണിഫോം ലോസ് കാണാൻ സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എവരി വൺ. അവിടെയും മുസ്ലിം കമ്മ്യൂണിറ്റി മൈനോറിറ്റീസ് ആണ്. അപ്പോൾ അവിടെ പ്രശ്നമില്ലാത്തത് എന്തുകൊണ്ട് ഇവിടെ പ്രശ്നം എന്നുള്ള രീതിക്കുള്ള ആർഗ്യുമെന്റ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും UCC ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത്രയധികം കാലം ഇന്ത്യൻ സമൂഹം ഡിസ്കസ് ചെയ്ത, ഡിബേറ്റ് ചെയ്ത മറ്റൊരു ടോപ്പിക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കാണാൻ പറ്റത്തില്ല. സോ ഇത് ഒന്നെങ്കിൽ
നാഷണൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ആംഗിളിലേക്ക് ഇത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ മിസ്റ്റർ കപിൽ സിബൽ പറഞ്ഞ പോലെ ഇറ്റ് വിൽ റിമെയിൻ ആസ് എ തോട്ട്ലെസ് എക്സസൈസ്. ഏതായാലും നമുക്ക് ഇതെങ്ങനെ പോകുമെന്ന് കണ്ടു തന്നെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഫോർ യുവർ ബോത്ത് പ്രിലിംസ്, മെയിൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. 3 ടിയറിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഞങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഇതേപോലത്തെ ഏതെങ്കിലും ഇഷ്യൂസ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ നിരൂപണങ്ങളും കമന്റ് സെക്ഷനിൽ വെക്കാം. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.